വി.എസ്. അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ, വിപ്ലവകാരിയെ അറിയാത്തവരായി നാം മലയാളികൾ ആരുമുണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെപ്പറ്റി നമ്മൾ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അത് വലിയൊരു ദുഃഖവാർത്തയാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ അത് വലിയൊരു ദുഃഖവാർത്തയാണ്. അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്തിലും അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കാത്ത വലിയ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു നമ്മുടെ വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. അത് വലിയ നിരാശകളൊക്കെ പല ആളുകളിലും വരുത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, പിണറായി വിജയനും സഖാവ് വി.എസ്. അച്യുതാനന്ദനും പല തവണയും അവർ രണ്ടുപേരും കൊമ്പ് കോർക്കുകയും പരസ്യമല്ലെങ്കിലും രഹസ്യമായിട്ടും കൊമ്പ് കോർത്തിരുന്നു. അത് വലിയൊരു ദുഃഖവാർത്തയാണ് അണികളെ സംബന്ധിച്ചിടത്തോളം. നിലവിൽ നമ്മുടെ സഖാവ് പിണറായി വിജയൻ, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കൊറോണ കാലത്ത് സഖാവ് പിണറായി വിജയൻ എടുത്ത നിലപാടുകളൊക്കെ പ്രശംസനീയമാണ്. നമ്മുടെ കോവിഡ് കാലത്തൊക്കെ നമ്മുടെ ശൈലജ ടീച്ചറൊക്കെ എടുത്ത നിലപാടുകൾ ഇന്നും കേരളക്കാരെയും ഇന്ത്യ ഒട്ടാകെ നമ്മുടെ കേരളത്തിനെ ചർച്ച ചെയ്തുകൊണ്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആരോഗ്യ രംഗത്ത് നമ്മുടെ കേരളം കൈവരിച്ച നേട്ടങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ്. അന്താരാഷ്ട്ര തലത്തിൽ കടപിടിക്കുന്ന സമാനമായ ആരോഗ്യ സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്.